പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി CITയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും നമ്മുടെ പ്രിയങ്കരനുമായ നേതാവുമായ സഖാവ് കെ ചന്ദ്രപിള്ളയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ, ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ, സമര ചരിത്രത്തിൽ ഇന്നത്തെ ദിവസം നിർണായകമാണ്. 3 വർഷം മുൻപ് കൃഷിക്കാർക്കെതിരായ 3 നിയമങ്ങൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി 700 കൃഷിക്കാർ ജീവത്യാഗം ചെയ്ത് നടത്തിയ ഒരു വലിയ പോരാട്ടമുണ്ട്. ഇന്ത്യ രാജ്യത്ത് BJP ഗവൺമെൻറ്റിൻ്റെ മൂലധനത്തിന് വേണ്ടിയുള്ള പാദസേവ ചെയ്ത നിയമങ്ങൾ എന്ത് വില കൊടുത്തും പിൻവലിപ്പിക്കുമെന്ന കർഷകരുടെ പ്രതിജ്ഞ അവർ നടത്തിയെടുത്തു. പക്ഷെ അന്ന് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, വാക്ക് കൊടുത്തെങ്കിലും അതിൽ നിന്ന് മാറിക്കളഞ്ഞ ഗവൺമെൻറ് അതിപ്പോഴും സജീവമാണ്. അന്നത്തെ കർഷക സമരം പോലെ തന്നെ ഇന്ന് ആരംഭിക്കുന്ന തൊഴിലാളികളുടെ പോരാട്ടം. ഇവിടെ ഒരു വശത്ത് ഇന്ത്യയിലെ തൊഴിലാളി വർഗം ആകെയാണ്, മറുവശത്ത് ദേശീയവും അന്തർദേശീയവുമായ മൂലധന ശക്തികൾക്ക് വേണ്ടി ഇന്ത്യയിലെ തൊഴിലാളികളെ എന്ന് പറഞ്ഞാൽ അധ്വാന ശക്തിയെ എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടാക്കുന്നവരെ വിൽക്കുകയാണ് മോദി ചെയ്യുന്നത്. ഇന്ത്യയിലെ തൊഴിൽ കമ്പോളം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും വലിപ്പമുള്ളതും വലിപ്പത്തേക്കാൾ പ്രായത്തിൽ ചെറുപ്പമുള്ളതും, ഇത് രണ്ടും കഴിഞ്ഞ് അപ്പുറത്തേക്ക് നൈപുണ്യം കൊണ്ട് ഏറ്റവും മികച്ചതുമാണ്. അപ്പം നൈപുണ്യത്തിൽ മികച്ച, എണ്ണത്തിൽ വലിപ്പമുള്ള, യൗവനത്തിൻ്റെ അധികതയുള്ള ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അടിമകളാക്കി മൂലധനത്തിന് കൊടുക്കുന്ന പണിയാണ് ഈ ലേബർ കോഡ്. വളച്ചുകെട്ടി എത്ര സംസ്കൃതം പറഞ്ഞാലും മലയാളം അതാണ്. നമ്മുടെ രാജ്യത്ത് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു എന്ന് ഗവൺമെൻറ് പറയുന്നുണ്ട്. GDP വളരുകയാണ്. സത്യത്തിൽ ഇന്ത്യ വളരുന്നുണ്ട്. ആ വളർച്ച ഇനിയും തുടരുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ മെച്ചം, അതിൻ്റെ നേട്ടം ഈ രാജ്യത്തെ സമ്പത്ത് ഉൽപ്പാദിക്കാൻ തൊഴിലാളിക്കും കൃഷിക്കാർക്കും കൊടുക്കാത്ത വിധത്തിൽ ഒരു വശത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആ കേന്ദ്രീകരണമാണ് ഇന്ത്യയിലെ ഭരണത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകത. ഒരു തരത്തിൽ ആ ഒരു പ്രവൃത്തിക്ക് കൂടുതൽ അടിവരയിട്ട് നിയമസാധുത ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ 29 കേന്ദ്ര നിയമങ്ങളെ 4ആക്കി ചുരുക്കുകയാണ്. തൊഴിൽ നിയമങ്ങളുടെ വരവിന് സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഒരു ചരിത്രമുണ്ട്. തൊഴിൽ നിയമങ്ങളുടെ വരവ് യഥാർത്ഥത്തിൽ തൊഴിലാളിക്ക് സഹായകമാകാൻ വേണ്ടിയാണ്. മൂലധനത്തിനും മുതലാളിക്കും നിയമത്തിൻ്റെ ആവശ്യമില്ല. കാരണം നിലവിലുള്ളതല്ല എല്ലാം അവൻ അനുകൂലമാണ്. കോടതികളാണെങ്കിലും അധികാരമാണെങ്കിലും സാമ്പത്തിക സ്ഥിതിയാണെങ്കിലും എല്ലാം മുതലാളിക്കൊപ്പമാണ്. അവിടെ അശരണനായി ആലംബഹീനായി നിൽക്കാൻ തൊഴിലാളിക്ക് ഒറ്റയ്ക്കൊരുങ്ങി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു സംഘടിച്ച് സംഘം ചേർന്നുണ്ടാക്കിയ ട്രേഡ് യൂണിയൻ വിലപേശി ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങൾ. അതിന് രാഷ്ട്രീയ കാരണങ്ങൾ വേറെയുണ്ട്. അങ്ങനെ വന്ന തൊഴിൽ നിയമങ്ങൾ തൊഴിലാളിക്ക് അനുകൂലമായിട്ടാണോ? അല്ലെങ്കിൽ പിന്നെ എൻ്റെ ആവശ്യമില്ല. അവിടെ ഗവൺമെൻറ്റിൻ്റെ ജോലി, ഗവൺമെൻറ് ആ കാര്യത്തിൽ തൊഴിലാളിക്കൊപ്പം നിൽക്കലാണ്. അതുകൊണ്ടാണ് ത്രികക്ഷി സംവിധാനങ്ങൾ വന്നത്. ഒരു വശത്ത് ഗവൺമെൻറ്, മറുവശത്ത് തൊഴിലാളി വർഗം, അതിൻ്റെ അപ്പുറത്ത് മാനേജ്മെൻറ്റ് ഏജൻസികൾ. ഈ ത്രികക്ഷി സംവിധാനത്തിനൊരു സാധുതയുണ്ട്. ആ സാധുത ഭരണഘടനാപരവുമാണ്. ഇന്ത്യൻ സ്റ്റാൻഡിംഗ് ലേബർ കോൺഫറൻസ്, അതിൻ്റെ ഒരു ആധികാരികമായ ഇടപെടലുകൾ എല്ലാ കാലത്തും ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ആ കോൺഫറൻസ് കഴിഞ്ഞ 10 കൊല്ലമായി കൂടിയിട്ടില്ല. 10ൻ്റെ പ്രാധാന്യം 2015 തൊട്ട്, 15ൻ്റെ പ്രാധാന്യം പടിനാളിൽ മോഡി വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ചിരപ്രതിഷ്ഠയുള്ള അംഗീകാരമുള്ള ത്രികക്ഷി കുറവുകളില്ലെന്നല്ല, ആ ത്രികക്ഷി സംവിധാനത്തെ അവഗണിച്ചുകൊണ്ട് 10 കൊല്ലം നടത്തിയ പ്രവർത്തനങ്ങൾക്കിടയിൽ 2019 ആദ്യത്തെ ലേബർ കോഡ് പാർലമെന്റിൽ പാസ്സാക്കുന്നത്. അതിനുശേഷം 2020 3 കൊണ്ട് പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അവഹേളനമാണ്. പാർലമെന്റ് എന്തിനുള്ളതാണ്? പാർലമെന്റ് നിയമനിർമ്മാണ സഭയാണ്. നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ സമൂഹത്തിലുണ്ടാകും.
അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഒടുവിലെത്തുന്ന ജനാധിപത്യ പ്രക്രിയയുടെ തീരുമാനമാണ് പാർലമെന്റ് തീരുമാനമാകേണ്ടത്. പക്ഷേ ഈ 4 കോഡുകളും പാർലമെന്റിൽ ചർച്ചയില്ലാതെ പാസ്സാക്കി. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും അനാരോഗ്യകരമായ ഒരവസ്ഥയായിട്ട് മാറി. എന്നിട്ടോ ഈ 4 കോഡുകൾ നടപ്പാക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ട്രേഡുകളും ആവശ്യപ്പെട്ടു. BMS അടക്കം, BMS ഉൾപ്പെടെ ഇപ്പൊ BMS കാല് മാറിയിട്ടുണ്ട്. BMSന്റെ നിലപാട് വഞ്ചനാപരമാണ്. അവരത് കൂടിയാലോചിച്ച് തിരുത്തേണ്ടതുണ്ട്. അവര് പറയുന്ന ഇതിനകത്ത് ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുന്നു എന്നാണ്. അതെന്ത് മര്യാദയാണ്? തൊഴിലാളി വർഗത്തിന്റെ അടിസ്ഥാന സംഘടനാ സ്വാതന്ത്ര്യത്തെയും വിലപേശൽ അവകാശത്തെയും വേതനത്തെയും മിനിമം വേതനത്തെയും സുരക്ഷയെയും ഇല്ലാതാക്കുന്ന നിയമം കൊണ്ടുവന്നിട്ട് ആ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നത് വെച്ചാൽ ഒരൊറ്റയാൾ ആത്മാഭിമാനമുള്ളവൻ BMS തുടരാൻ പാടില്ല. അന്ധമായ ഒരു നിലപാട് സ്വീകരിച്ചുകൂടാ. ഞാൻ പറയുന്നു, BMSനെ അങ്ങനെ മാറ്റിയിട്ടുള്ളത് RSS ആണ്. RSSന്റെ ആവശ്യമാണ് തൊഴിലാളികൾക്കിടയിൽ കുറെ പേരെ മാറ്റിയെടുക്കുന്നത്. അത് അവർ പുനരാലോചിക്കണം. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് അവർക്ക് കൂറുണ്ടെങ്കിൽ ദേശാഭിമാനം പറഞ്ഞാൽ പോരാ, അതിന്റെ ചെമ്പ് തെളിയുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. അതുകൊണ്ട് BMS കൂടിയാലോചിക്കണമെന്ന് ഇന്ന് പറയും. ഇന്നത്തെ പ്രതിഷേധം ആരൊക്കെ ചെയ്യുന്നത്? രാജ്യമാകെയാണ്. FSC 1947 ട്രിവാൻഡ്രത്തിൽ ആരംഭിച്ച സ്ഥലമാണ്. ഇവിടെ നടക്കുന്ന വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ തൊഴിലാളികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മൾ ഇതിനു ശേഷം ഈ ലോവർ കോഡ് കത്തിക്കുന്നു. കത്തിക്കല് പ്രതീകാത്മകമാണ്. ഞങ്ങളുടെ മനോഭാവം ഈ നിയമത്തോട് എന്താണ് എന്നുള്ള നിയമം എന്ന് പറയുന്നത് പുതിയ അനുഭവങ്ങൾ കൊണ്ട് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കലാണ്. ഇവിടെയോ വന്ന് നേരെ തിരിച്ചാണ്. ഞങ്ങൾ തൊഴിൽ നിയമങ്ങൾക്കെതിരല്ല, തൊഴിൽ നിയമങ്ങൾ ഭേദഗതിയെതിരല്ല. പക്ഷേ എപ്പോഴും അതിന്റെ ഉള്ളടക്ക തൊഴിലാളിക്ക് സഹായകമായിരിക്കും, അതിന്റെ ദിശ മുമ്പോട്ടായിരിക്കും. ഇതങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എതിർക്കുന്നത്. അതുകൊണ്ട് ഇത് കത്തിക്കുന്നതിന്റെ പ്രതീകാത്മകത എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, പിൻവലിപ്പിക്കുമെന്നാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ആരംഭിക്കുന്ന ഈ പ്രക്ഷോഭം ഈ ഗവൺമെന്റിനെ കൊണ്ട് ഇത് പിൻവലിപ്പിക്കുകയോ പിൻവലിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിനെ തന്നെ മാറ്റുകയോ തൊഴിലാളികളെ മാനിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിലയ്ക്ക് എത്തിക്കൊണ്ട് ഇത് അവസാനിക്കും. 1-2 ദിവസം കൊണ്ട് തീരില്ല. ഇതൊരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അണിനിരക്കാൻ പോകുന്ന കൃഷിക്കാരും തൊഴിലാളികളുമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൃഷിക്കാർ ഈ ലേബർ കോഡുകൾ കത്തിക്കുന്നുണ്ട്. ഈ ലേബർ കോഡ് തൊഴിലാളികൾക്കൊപ്പം ഇന്ന് കൃഷിക്കാർ നഗരങ്ങളിൽ എന്ന പോലെ തന്നെ ഗ്രാമങ്ങളിൽ കത്തിക്കുകയാണ്. അതൊരു പുതിയ കൂട്ടായ്മയാണ്. ഈ രാജ്യത്തെ തൊഴിലാളികളും കൃഷിക്കാരും ഒരുമിച്ച് നിന്നാൽ 99% മനുഷ്യരായി. ഈ രാജ്യത്തെ തൊഴിലാളികൾ 90% അസംഘടിത മേഖലയാണ്. അവർക്ക് ഒന്നുമില്ല, ഒരു സുരക്ഷയുമില്ല. പുതുതായി വരുന്ന ജിഗ് വർക്കേഴ്സ്, തോളിൽ തൂക്കി വണ്ടികൾ തൂക്കി സാധനങ്ങൾ ഉണ്ടാകുന്ന ജിഗ് വർക്കേഴ്സ് ഇല്ലേ, സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ, അവർക്ക് എന്തുണ്ട്? അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് നിർവഹിക്കാൻ സൗകര്യമില്ല, വിശ്രമ സ്ഥലമില്ല, കൂലിയില്ല, പെൻഷനില്ല, ഒരു ചട്ടവുമില്ല. അങ്ങനത്തെ പുതിയ വിഭാഗം തൊഴിലാളികളടക്കം അനാഥമാക്കുന്ന ഈ നിയമങ്ങൾ പിൻവലിച്ചേ പറ്റും. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് മിനിമം വേജിന്റെ പിന്തുണയാണ്. ഈ അടുത്ത കാലത്ത് മിനിമം വേജിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി കാണിച്ചുകൊണ്ട് അമേരിക്കയിലൊരു സോറൻ മംദാനി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നായിരുന്നു. അറിഞ്ഞോ? സോറൻ മംദാനി ന്യൂയോർക്കിന്റെ മേയറായി. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ശരിയാവില്ല. അയാളെ മിനിമം കൂലി $30 കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുക. മിനിമം കൂലി പ്രധാനമാണ്. കേരളത്തിന്റെ ഇന്നത്തെ കൂലി വ്യവസ്ഥയല്ല, ഇന്ത്യയാകെ എടുത്താൽ കൂലി വ്യവസ്ഥ വളരെ മോശമാണ്. ഒന്ന്. രണ്ടാമത്, ഈ ലേബർ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുരക്ഷിതത ഇല്ലാതാക്കലാണ്. ഒരു തൊഴിലാളിക്ക് വേണ്ടത് അന്തസ്സായ ജീവിതമാണെങ്കിൽ അതിന് വേണ്ടത് അന്തസ്സുള്ള ഒരു ജോലിയും അതിന് അന്തസ്സായ കൂലിയുമാണ്. ഡിഗ്നിഫൈഡ് വേജ്, ഡിഗ്നിഫൈഡ് ജോബ്, ഡിഗ്നിഫൈഡ് ലൈഫ്. അന്തസ്സായ ജീവിതത്തിന് തൊഴിലാളിക്ക് അർഹതയുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊഴിലിന്റെ സുരക്ഷിതത്വമാണ്. ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ പണി എവിടെയാണെന്ന് അറിഞ്ഞ് പണി ഉണ്ടാകുന്ന ബോധത്തിൽ ഉറങ്ങണം, അല്ലെങ്കിൽ ഉറക്കമുണ്ടാവില്ല. തൊഴിലാളി ഉറക്കം കിടന്ന പരിപാടിയാണ് തൊഴിൽ സുരക്ഷ ഇല്ലാതാക്കൽ. ഇവിടെ FSCയിലൊക്കെ നടക്കണിപ്പോ ഇവിടെ 4 വർഷത്തേക്കുള്ള പരിപാടിയാണ് അല്ലേ? അഡ്ഹോക്. ഇംഗ്ലീഷ് ഡിക്ഷണറിക്കകത്ത് ഒരുപാട് വാക്കുണ്ട്. എല്ലാം നമുക്ക് എന്തായിട്ട് കൊണ്ടുവരണം. സൂപ്പർ ന്യൂമറി, ടെമ്പററി, എന്തെല്ലാമാണ്. എന്താ അർത്ഥം? നിങ്ങൾക്ക് ഈ ജോലി നാളെയും ഉണ്ടാകുന്ന ഉറപ്പില്ലാണ്ടാക്കും. ആ അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് സ്ഥിരം ജോലികളെ തന്നെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഇപ്പൊ ഈ ലേബർ കോഡുകളിൽ ശാശ്വതീകരിക്കുകയാണ്. ആ തരത്തിലുള്ള ഈ മാറ്റങ്ങളെ അംഗീകരിക്കാൻ എന്ത് ചെയ്യണം? യൂണിയനുകളുമായിട്ട് ആലോചിക്കണം. ട്രേഡ് യൂണിയനുകളുമായി അന്തസ്സായ ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാകണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ സർക്കാർ ജീവനക്കാർ, ഇന്ത്യയിലെ പ്രതിരോധ മേഖല തൊഴിലാളികൾ, തുറമുഖങ്ങളിലെയും
അതുപോലെ തന്നെ വ്യോമസേനയിലെ ആളുകൾ, വ്യോമയാന ഗതാഗതത്തിൽ പണിയെടുക്കുന്നവർ, വ്യവസായശാലകൾ പണിയെടുക്കുന്നവർ, ഇലക്ട്രിസിറ്റി ബോർഡുകൾ, മൈനുകൾ എല്ലാം ഈ പ്രക്ഷോഭത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ മറികടന്നുകൊണ്ട് പോകാമെന്ന് കണക്കാക്കുന്ന ഈ ചിന്തയിൽ നിന്ന് ഈ ഗവൺമെന്റിനെ മാറ്റണമെങ്കിൽ ഇന്ത്യ സ്തംഭിക്കും. തൊഴിലാളികളും കൃഷിക്കാരും ചേർന്ന് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമരരൂപങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇന്ത്യ രാജ്യം സാക്ഷ്യം വഹിക്കുന്ന പ്രഖ്യാപനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ഇതിന്റെ ഒരു തുടർച്ച നമ്മുടെ മുഴുവൻ തൊഴിലാളികൾക്ക് കൊണ്ടുപോകണം. ഈ ലേബർ കോഡുകളുടെ സംക്ഷിപ്തം നമ്മൾ പഠിക്കണം, അതിന്റെ അപകടകരമായ വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻ അവകാശങ്ങളെയും വിലപേശൽ സ്വാതന്ത്ര്യത്തെയും കൂലി നിശ്ചയിക്കാനുള്ള അവകാശത്തെയും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളെ കൂടി അണിനിരക്കണം. തൊഴിലാളി മാത്രം പോരാ, തൊഴിലാളിയുടെ കുടുംബം, അവരാണല്ലോ ഇതിന്റെ എല്ലാം അവസാനത്തെ താങ്ങേണ്ടത് അവരല്ലേ. തൊഴിലാളികളും കുടുംബങ്ങളും കൃഷിക്കാരും കുടുംബങ്ങളും ഇന്ത്യയാകെ നിന്ന് കഴിഞ്ഞാൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. ഇവിടെ പണസംഗതി അദാനിയും അംബാനിയും ആഗ്രഹിക്കുന്ന, അന്താരാഷ്ട്ര മൂലധനത്തിൽ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇന്ത്യയെ കൊണ്ടുപോവുകയാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മുൻപിൽ ഇന്ത്യക്കുള്ള സാധ്യതകൾ ഇന്ത്യയുടെ സമ്പത്താണെങ്കിൽ അതിൽ ഏറ്റവും വലിയ മാനവ വിഭവശേഷിയാണ്. ആ ഇന്ത്യയുടെ മാനവ വിഭവശേഷിയെ ഒരു പെട്ടവിലയ്ക്ക് വിൽക്കാനും എന്താണ് മൂലധന ശക്തികളുടെ ദയാദാക്ഷത്തിന് വിട്ടുകൊടുക്കാനുമാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെങ്കിൽ അംഗീകരിക്കില്ല. സ്തംഭിക്കും, ഇന്ത്യ പൂർണ്ണമായും സ്തംഭിക്കും. ഇത് പിൻവലിപ്പിക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് ഇന്നത്തെ ദിവസം രാജ്യവ്യാപക പ്രക്ഷോഭം. ഈ പ്രക്ഷോഭം ഒരു താക്കീതാണ്. ഇതാതിലേക്ക് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും രചനാത്മകമായ സൃഷ്ടിപരമായ ചർച്ചകൾ ഗവൺമെന്റ് തയ്യാറാകുന്ന ഇല്ല എങ്കിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. ഈ സമരം ഞങ്ങൾ തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് പിൻവലിപ്പിച്ചുകൊണ്ടായിരിക്കുമെന്ന് മാത്രം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കൂടി എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനം ഉദ്ഘാടനത്തിൽ അറിയിക്കുന്നു. സഹകളെ, നമ്മളിവിടെ ഈ സേഫ്റ്റി പ്രോബ്ലം ഈ കത്തിക്കുന്നതുകൊണ്ട്, കത്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കത്തിക്കുന്നതുകൊണ്ട് ഒരു സേഫ്റ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇത്തിരി അകന്നോ അല്ലെങ്കിൽ റോഡിൻ്റെ അപ്പുറത്തോ അകന്ന് നിൽക്കുക. അകന്ന് നിന്നുകൊണ്ട് നിരന്ന് നിൽക്കുക. റോഡ് സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുക. അങ്ങോട്ട് അഭിമുഖമായിട്ട് നിൽക്കുക. നേതാക്കന്മാർ നിന്നിട്ട് ഒരാൾ സ്ഥലത്ത് കത്തിച്ചാൽ നമ്മളെ സേവ കത്തിച്ചു തരും. ബാക്കിയുള്ളവർ അതനുസരിച്ച് അതിനെ പടർത്തി കത്തിച്ചാൽ മതി. നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കുക. അല്പം ബാക്കിലില്ല, കുറച്ച് ബാക്ക് ഒന്നും മറിക്കാതെ കുറച്ച് ചെയ്യുന്നാൽ മതി. അങ്ങനെ മതി. അപ്പം ഇങ്ങോട്ട് നിൽക്കണം. അപ്പം ഇങ്ങോട്ട് കുറച്ച് നാളെ പറയുന്നത് മതി. ഇവിടെ അങ്ങോട്ട് ആ സ്ഥലിക്കുന്നുള്ളൂ. അത് മറയും എല്ലാവരും കയറിയിട്ട് ഒന്ന് അങ്ങോട്ടാണ്, അങ്ങോട്ട് ബാക്കിൽ കുറച്ച് ബാക്ക് കേട്ടോ, കുറച്ചൊരു ബാക്കിൽ അപ്പുറത്ത് പോകൂ, ബാക്കിലോട്ട് പോകൂ, അങ്ങോട്ട് പോകൂ.
തൊഴിലാളികളെ അടിമകളാക്കും. ഏവർ കോടികൾ തുലയട്ടെ. ഭരണഘടനാ ദിനമാണിന്ന്. ഭരണഘടന ഉറപ്പു നൽകും തൊഴിലാളികളുടെ അവകാശങ്ങൾ. കുഴിച്ചുമൂടും ലേബർ കോഡുകൾ. ലേബർ കോഡുകൾ തുറയട്ടെ. തൊഴിലാളിഐക്യം സിന്ദാബാദ്. ഭരണഘടനാ ദിനമാണിന്ന്. ഭരണഘടന ഉറപ്പു നൽകും. ലേബർ കോഡുകൾ തുലയട്ടെ. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുന്നോട്ട്. തൊഴിലാളിഐക്യം സിന്ദാബാദ്.